യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമെന്ന വിവരത്തിൽ മാറ്റമില്ലെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണത്തിൽ നിന്ന് കാന്തപുരം പിന്മാറിയെന്ന് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ്. വധശിക്ഷ ഒഴിവായെന്നും ദിയാധനവും ജയിൽ മോചനവും സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. എന്നാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ഭർത്താവ് ടോമി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇന്ത്യൻ എംബസിക്കോ എനിക്കോ യമനിലുള്ള അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട രീതിക്കുള്ള റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. രതീഷ് വാസുദേവൻ നൽകും വിവരങ്ങൾ വിശദമായി. രതീഷ്, കാന്തപുരത്തിന്റെ ഓഫീസിൽ ലഭിച്ച വിവരത്തിൽ നിന്ന് അവർ ഉറച്ചു പറയുന്നു വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വിവരം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോഴും കുടുംബത്തിന് അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഭർത്താവ് ടോമി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്ന വിഷയത്തിൽ? ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ വാർത്ത യമനിൽ നിന്ന് വരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. തുടർന്ന് കാന്തപുരത്തിൻ്റെ ഓഫീസ് അത് സ്ഥിരീകരിക്കുന്നു. ദേശീയ തലത്തിൽ ന്യൂസ് മലയാളമാണ് ആദ്യമായി ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. തുടർന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള ഈ വാർത്ത സ്ഥിരീകരിക്കുന്നു. കാന്തപുരത്തിന് നന്ദി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തരത്തിലുള്ള യമനിൽ സനായിൽ വലിയ ഉന്നത മതപണ്ഡിതർ ഉൾപ്പെടെയുള്ള ഒരു വലിയ യോഗത്തിലാണ്, വലിയ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നത്. ഇതിൽ തലാലിന് തന്നെ ബന്ധുവായ ഷൂറ കൗൺസിൽ അംഗമുണ്ടായിരുന്നു, അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉന്നത തലത്തിലുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു യോഗത്തിലാണ്, ഒരു ചർച്ചയിലാണ് ഇത്തരം തീരുമാനത്തിലേക്ക് വന്നത്. ഇപ്പോഴും തലാലിൻ്റെ കുടുംബത്തിൽ ഈ ദിയാധനം ഉൾപ്പെടെ വാങ്ങുന്നത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ ആ ചർച്ച തുടരുകയാണ്. അത് അനുഭാവപൂർവ്വമുള്ള നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ കാന്തപുരത്തിൻ്റെ നിർണായക ഇടപെടലാണ് ഈ തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക്, വഴിത്തിരിവുകളിലേക്ക് വന്നത് എന്നത് വ്യക്തമായിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിനിടയിൽ ഈ കാര്യം നിഷേധിച്ചുകൊണ്ട് കാന്തപുരം ട്വീറ്റ് ഉൾപ്പെടെ നീക്കം ചെയ്തു എന്നുള്ള വാർത്ത ചില മാധ്യമങ്ങളിൽ വരികയുണ്ടായി. എന്നാൽ അതും കാന്തപുരത്തിൻ്റെ ഓഫീസ് ശക്തമായി നിഷേധിച്ചു. അത് ആ വാർത്താ ഏജൻസിയാണ് ആ വാർത്ത നീക്കം ചെയ്തത്. തങ്ങൾ പഴയ നിലപാടിൽ തന്നെയാണ്, തങ്ങളുടെ ബോധ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഗുണകരമായ അഭിപ്രായം വന്നിരിക്കുന്നു. വധശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ആ ചർച്ചകളിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പൂർണ്ണമായും നിമിഷപ്രിയ ജയിലിന് പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ആ ചർച്ച പുരോഗമിക്കുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും ഇപ്പോഴും ഇന്നും ഈ സമയങ്ങളിലൊക്കെ തന്നെ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പുരോഗമനപരമായ രീതിയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മകൾ ഉൾപ്പെടെയുള്ള, ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകി എന്നതാണ് ഇത് സംബന്ധിച്ച് കാന്തപുരത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാന്തപുരത്തിൻ്റെ ഇടപെടൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷയും നിമിഷപ്രിയയുടെ കുടുംബത്തിനും ഈ മലയാളികൾക്കൊക്കെ നൽകി എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. അവിടെ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ദിയാധനവും ജയിൽ മോചനം സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ തുടരുന്നതെന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.